എങ്ങനെയാ പടങ്ങളൊക്കെ കാണുന്നത്? അതിൻ്റെ പടങ്ങൾ ചൂസ് ചെയ്യുന്നത് കാണാനുള്ള, ഞാൻ പറഞ്ഞത് അഭിനയിക്കാനുള്ള ചോയ്സ് അല്ല പറഞ്ഞത്. ഇപ്പോൾ ഒരു പടം വന്നു, ഇപ്പോൾ അഡോളസൻസ് എന്നുള്ളൊരു വെബ് സീരീസ് ഭയങ്കര ഹിറ്റാവുന്നു, അപ്പോൾ അത് കാണാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാവോ? എങ്ങനെയാ ഒരു വാച്ച് ലിസ്റ്റ് എങ്ങനെയാ? നൈസ് ക്വസ്റ്റ്യൻ. മൈ ഗോഡ്. അങ്ങനെ ഭയങ്കര അഭിപ്രായം കേൾക്കുമ്പോൾ ഞാൻ സ്പോട്ടിൽ കാണില്ല. ഞാൻ കാണില്ല അത്. ഇപ്പം ഒരു എൻ്റെ പടമാണെങ്കിൽ പോലും ആദ്യത്തെ 2 ദിവസത്തെ റെസ്പോൺസ് ഞാൻ എടുക്കില്ല. ബിസിനസ്. സോ ഞാനത് അതുകൊണ്ട് ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞിട്ടേ അതിൻ്റെ റിയൽ റെസ്പോൺസ് എടുക്കുള്ളൂ. പറന്നുപോകും. ഞാൻ അങ്ങനെ പറന്നുപോകും. എനിക്ക് അറിയാത്തൊരു സ്ഥലമാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ഭയങ്കര ഭയങ്കര എന്താ പറയുക, മലയാളം പോലെ അല്ലാത്തൊരു പരിപാടിയായിരിക്കുന്ന. പക്ഷെ അത് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം നമ്മൾ ഐ ടു ഐ കാണുവാണ്, ഡയറക്റ്റ് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് ആൾക്കാരുടെ റെസ്പോൺസ് കാണുവാണ്. അപ്പോൾ റാം സാർ എന്നോട് ആദ്യം പറഞ്ഞു, ഗ്രേസ് നമുക്ക് അറിയത്തില്ല, നമുക്ക് റെസ്പോൺസ് വളരെ കുറച്ചേ കയറുന്നുള്ളൂ, നമുക്ക് തിയേറ്റർ വിസിറ്റ് ഒക്കെ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ദിവസം റാം സാറും ശിവസാറും കൂടെ ഒക്കെയാണ് പോയത്. അത് ഞാൻ സാറിനെ വിളിച്ചപ്പോൾ സാറ് പറയുകയാണ്, എനിക്കിത് പ്രോസസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് தெரியாது ഗ്രേസ്, അவ்வளவு റെസ്പോൺസാണ് കിടക്കിയത്. സാറിൻ്റെ കരിയറിലും ഇതുപോലത്തെ ഒരു സക്സസ്, കൊമേഴ്ഷ്യൽ സക്സസ് ആദ്യമായിട്ടാണ്. അപ്പം ഞാൻ ഉറപ്പിച്ചു, എന്താണെങ്കിലും നമ്മൾ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാതെ ഒരു റിവ്യൂവും കണ്ട് ഞാൻ പടം കാണാൻ പോകാറില്ല. എൻ്റെ ആണെങ്കിലും ആൾക്കാർ മോശം എന്ന് പറഞ്ഞാൽ ആ മോശം എന്താണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ദെൻ ഓൺലി വി ക്യാൻ ഇംപ്രൂവ്, അല്ലേ? നമുക്കല്ലാതെ നമുക്ക് ഞാനൊരു നടിയാണ്, എൻ്റെ എല്ലാ പടവും എല്ലാവരും കാണണം, എല്ലാം ഭയങ്കര ഹിറ്റ് ആവണം, പോയി കണ്ടേ പറ്റൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരവരുടെ സമയവും കളഞ്ഞ് അവരുടെ, ഞാൻ പറയാം, എല്ലാവർക്കും അവരുടെ സമയം വാല്യുബിൾ ആണ്. അത് മുടക്കി ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ്സ് ഇസ് റൈറ്റ്. അത് വിറ്റ് കാശാക്കുന്നത് വേറെ കാര്യം. ഓക്കെ. പക്ഷേ എപ്പോഴും ഞാൻ സമയമെടുത്ത് ഒരു സിനിമയാണെങ്കിലും, ഇപ്പോൾ OTT-യിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും റിലീസായി കഴിഞ്ഞാൽ അഭിപ്രായം ഒന്നും ഇങ്ങനെയുണ്ട് ഇങ്ങനെയാണ് അങ്ങ് ചോദിക്കത്തില്ല. ഞാൻ തന്നെ കണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ വെക്കും, അത്രേ ഉള്ളൂ. ഈ അടുത്ത് കണ്ടിട്ട് ബ്ലോണായ പടം ഏതാ? ഈ അടുത്ത് കണ്ടതിൽ എനിക്കൊരു വൃത്തിയുടെ സ്വഭാവമുണ്ട്. വൃത്തിയുടെ നല്ലതാണ് ആക്ച്വലി. എനിക്ക് ഞാൻ കാണുന്നതെല്ലാം ഞാൻ IMDb-യിൽ മാർക്ക് ചെയ്ത് വെക്കും. കാരണം എനിക്ക് പേരുകൾ ഓർത്തിരിക്കില്ല. ഞാൻ വലിയൊരു അസുഖക്കാരിയാണ്. എനിക്ക് നമ്പേഴ്സ്, പേര്, അതൊക്കെ ഇപ്പൊ വിഷ്ണുവിന്റെ പേര് ഞാൻ ഓർക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വിഷ്ണുവിന്റെ മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ട് വിഷ്ണു എന്ന് എഴുതണം. കൈകൊണ്ട് ഇങ്ങനെ എഴുതിയാലേ എനിക്ക് വിഷ്ണുവിന്റെ പേര് വിഷ്ണു എന്ന് ബ്രെയിനിൽ ഫീഡ് ആവുള്ളൂ. അല്ലാതെ വിഷ്ണു, ഹായ് വിഷ്ണു, ഓക്കെ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അയാളുടെ പേരെന്തായിരുന്നു എന്ന്, അങ്ങനത്തെ പ്രശ്നം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ആ സിനിമ ഞാൻ IMDb-ൽ നോട്ട് ചെയ്ത് വെക്കും. അതുകൊണ്ട് ഞാനൊന്ന് നോക്കിക്കോട്ടെ. അല്ലെങ്കിൽ വിഷ്ണു മനസ്സിലായില്ലെങ്കിലോ അവിടെ അവസാനം ഞാൻ പറയാം, നമ്മുടെ പോഡ്കാസ്റ്റിന്റെ അവസാനം ഞാൻ പറയാം. പക്ഷേ മൈ ഓൾ ടൈം ഫേവറേറ്റ് മൂവി ഈസ് ദ മിറാക്കിൾ. The Miracle, the Musis, no, അങ്ങനെ എന്താ റിയൽ നെയിം? Turkish. Yeah, that is the best movie that I ever seen. ലൈഫിൽ എന്തെങ്കിലും ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അടിപൊളി. യെസ്. ഫ്യൂച്ചർ എങ്ങനെയാ? ഫ്യൂച്ചർ ഗോൾസ്, ഫ്യൂച്ചർ ഡ്രീം? ഇപ്പം സ്വപ്നത്തിലാണ് ജീവിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്ലാൻ, ലൈഫ് മുന്നോട്ട് നാളെ എന്താണെന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. പ്ലാൻ ചെയ്യുമ്പോൾ ടെൻഷനാവും എനിക്ക് അത് നടന്നില്ലെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒരു ട്രിപ്പ് പോകുമ്പോൾ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഇന്നെ പോവാം, അങ്ങനെ പോവാം, അവർ വരില്ല എന്ന് പറഞ്ഞാൽ അയ്യോ വരില്ലേ, അങ്ങനെ എനിക്ക് ടെൻഷനാവും, അല്ലെങ്കിൽ സങ്കടം വരും. അപ്പം അതുകൊണ്ട് ഗോ വിത്ത് ഫ്ലോ, എന്താണോ സംഭവിക്കുന്നത് അങ്ങനെ പോവാ. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രശ്നമില്ല. എനിക്ക് ട്രാഫിക്കൊന്നും എനിക്ക് പ്രശ്നമില്ല. ട്രാഫിക് കിടന്നാലും എനിക്ക് പ്രശ്നമില്ല. എനിക്കറിയാം ഈ കുറച്ച് കഴിയുമ്പോൾ ട്രാഫിക്ക് മാറുമെന്ന്. ഞാൻ എന്തിനിപ്പോൾ അത് പറഞ്ഞേ? എടോ ഞാൻ ഔട്ടായി തുടങ്ങിയടോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ജീവിതം വളരെ സമാധാനമായിട്ട്, എല്ലാ ദിവസവും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റണം. ഇന്നർ പീസ് വേണം. ഇന്നർ വേണം, അത് വേറെ കാര്യം. സമാധാനം മുഖ്യം ബിഗിലേ. എന്തൊക്കെ സംഭവിച്ചാലും അന്നത്തെ ദിവസം രാത്രി സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ആ ദിവസം പോക്കാം, തൊട്ടടുത്ത ദിവസം പോക്കാം. അപ്പം അതുകൊണ്ട് വാട്ട് എവർ ഹാപ്പൻ, ഷൂട്ട് എത്ര ഷെഡ്യൂൾ എത്ര ടഫ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസം എത്ര പ്രശ്നങ്ങളുണ്ടായാലും രാത്രി ഉറങ്ങുമ്പോൾ എല്ലാം മാറ്റിയിട്ട് സുഖമായിട്ട് ഉറങ്ങും. അതെനിക്ക് മുഖ്യമാണ്. അതുകൊണ്ട്
ഡ്രീം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റണം. അതായിരിക്കും എൻ്റെ അതാണ് ഏറ്റവും വലിയ അൾട്ടിമേറ്റ്. മനസ്സമാധാനം കിട്ടാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? മറ്റുള്ളവരുടെ ലൈഫിൽ ഇടപെടില്ല. അത് ഫാമിലിയിൽ ആരുടെ ആണെങ്കിലും, ഇപ്പോൾ അച്ഛൻ്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും ചേച്ചിയുടെ ആണെങ്കിലും ഒരാളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല. അവരെന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത് വരെ. അപ്പോൾ അവർ പറയുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നമുണ്ടൊന്നും ഇടപെടാം, അപ്പോൾ ഞാൻ ഇൻവോൾവ് ആവും. അതുവരേക്കും ഞാൻ സൈലൻ്റ് ആയിരിക്കും. നിനക്കെന്താ അഭിപ്രായം എന്ന് ചോദിച്ചാലേ ഞാനത് പറയുള്ളൂ. അതെനിക്ക് സമാധാനം തരുന്നുണ്ട്. അല്ലെങ്കിൽ നാളെ അവർ പറയും നീ അത് പറഞ്ഞുകൊണ്ട് അത് അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ നീ പറഞ്ഞുകൊണ്ടല്ലേ ഞാനത് ചെയ്തത് എന്ന് പറയുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് അത് എപ്പോഴേ പഠിച്ചെന്നറിയോ? ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഓരോ കുട്ടികളുടെയും ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ടെന്ന് ഞാൻ ആ സ്കൂളിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. വിഷ്ണു പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഓരോ കുട്ടിയുടെയും ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരാൾക്ക് ഇതാണെങ്കിൽ ഇഷ്ടം, ഒരാൾക്ക് അത് ഇഷ്ടമല്ല, ഒരാളെ ആ വശത്തേക്ക് വരില്ല. നമ്മൾ ടീച്ചറാന്നുള്ള ഒരു കൺസിഡറേഷൻ പോലും അവിടെ ഇല്ല. ചെറിയ പിള്ളേരാന്ന് ആലോചിക്കണം. അപ്പോൾ ഒരുത്തിക്ക് ഗേൾ ഫ്രണ്ട്സിന് ഇഷ്ടമല്ല, അവൾക്ക് ആൺകുട്ടികളുടെ കൂടെ ഇരിക്കാനും ഇഷ്ടം. അപ്പം മിങ്കിൾ ചെയ്തിരുത്തുന്ന പരിപാടി ആ സ്കൂളിലില്ല. അപ്പം ഞാൻ പറഞ്ഞു, മോളെ അങ്ങനെ ഇരിക്കാൻ പാടില്ല, നമുക്ക് ഇവിടെ ഇരിക്കേണ്ടത്. ഇങ്ങനെ എന്നെ നോക്കി. അപ്പം ഞാൻ പറഞ്ഞു ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പം വീണ്ടും ഇങ്ങനെ നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി അടുത്ത കരച്ചിലായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് 2 അടിയായിരിക്കും തരാൻ പോണേ. അപ്പം ഞാൻ പറഞ്ഞ് മാറിയിരിക്കുക. ഇപ്പം ഇവളോട് ഞാൻ പറഞ്ഞില്ല, അപ്പുറത്തോട് പറഞ്ഞു നീ അങ്ങ് മാറിയിരിക്കുക എന്ന് പറഞ്ഞപ്പോഴല്ലേ ഇവൾ എന്ത് ചെയ്ത് അവൻ്റെ കയ്യിലിങ്ങനെ പിടിച്ച്, അതായത് എൻ്റെയാണ്, ഞാൻ വിടില്ല എന്നുള്ളത്. ഞാനപ്പോൾ ആലോചിച്ച് ഓക്കെ ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിരിക്കും, കുട്ടികളുടെ സൗഹൃദമൊക്കെ ആയിരിക്കും. ഇതല്ല, ലവ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാൻ പറ്റില്ല. പുള്ളിക്ക് എങ്ങനെയും പോയാൽ മതി എന്ന് അവിടെ നിന്ന്. പുള്ളിക്ക് വേറെ നൈസ് സൈഡിൽ കൂടെ വേറെ വലിയൊക്കെ ഉണ്ട്. കാരണം നമ്മൾ എല്ലാ ദിവസവും ചെല്ലണമല്ലേ ക്ലാസ്സിൽ. അപ്പൊ നമുക്കറിയാലോ ഇവള് മറ്റേ അധികാര പരിപാടിയാണ്. അവനിഷ്ടല്ല. കാന്താരി എന്നല്ല പറയണ്ടേ, ഭയങ്കര ഡോമിനന്റ് ആ കുട്ടി. വിച്ച് ഇസ് ഭയങ്കര രസമാണ് പരിപാടി, ഭയങ്കര രസമാണ്. നമുക്ക് സിനിമ വേണമെങ്കിൽ ഉണ്ടാക്കാം അവിടെ നിന്ന്. ഓരോ കുട്ടികളെയും വെച്ച് നമുക്ക് ഓരോ കഥാപാത്രം സൃഷ്ടിക്കാം, അവർ വലുതായി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ ഇവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് കുറയ്ക്കും. കാരണം നമ്മൾ ചെന്ന് ഹെഡ് മിസ്ട്രസിനോട് പറയുമ്പോഴത്തേക്കും അവർ പറയും അവരെങ്ങനെയാണോ അവരെ അങ്ങനെ വിട്. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസിനോട് നമ്മളിത് പറഞ്ഞാൽ അവരത് അതേ അളവിൽ എടുക്കണം എന്നില്ല. പാരൻസ് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടി അങ്ങനെയല്ല, അപ്പം പിന്നെ നമ്മളായിട്ട് എന്തിനാ മാറ്റാൻ പോണേ? നമ്മളായിട്ട് മാറ്റില്ല. അപ്പം നമ്മൾ ഈ പതിയെ ഓരോന്നിന്ന് ഇങ്ങനെ ഡിറ്റാച്ചഡായി നമുക്ക് മനസ്സിലാവും എത്ര വളർന്നാലും എത്ര ചെറുതായാലും ഓരോരുത്തർക്കും അവരുമായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അതിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാതെ നമ്മൾ ഇടപെടുന്നത് ശരിയല്ല. അപ്പോൾ ആ കൊച്ചിനോട് നമ്മൾ എന്തെങ്കിലും, ആ കുട്ടി എന്തെങ്കിലും വയ്യാണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ എന്താ മോളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല ഇവരങ്ങ് മാറിയിരിക്കും. ചില കുട്ടികൾ ഇവരുടെ ആ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഇവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും ടീച്ചറെ എനിക്ക് വയ്യ, ടീച്ചറെ എനിക്ക് അങ്ങനെ ഇങ്ങനെ. അപ്പം നമ്മൾ ഇടപെടും. ആ ഒരു സ്റ്റേജിലേക്ക് എത്തി. പക്ഷേ രണ്ടും ക്രൂഷ്യലാണ്. നമ്മൾ ആ കുട്ടി വയ്യാണ്ട് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പോയി അന്വേഷിച്ച് നമ്മൾ കണ്ടുപിടിച്ച് അതിന് എന്താ പ്രശ്നം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാൻ വേണം. ഇതൊരു ഒരു ബാലൻസിങ് ആണ്, എന്താണ് പ്രശ്നം എന്നുള്ളത്. അവിടെ നിന്ന് ഞാൻ പഠിച്ചത് അനാവശ്യ കാര്യത്തിൽ നമ്മൾ ഇടപെടരുത്. കാരണം നമ്മൾ ആരോട് പോയി കംപ്ലൈൻറ്റ് ചെയ്താലും അവർ പറയണത് നിങ്ങളുടെ പ്രശ്നമാണ്, അവരുടെ പ്രശ്നമല്ല. കൊച്ചു അങ്ങനെയാണ്, അതുകൊണ്ട് അങ്ങനെ ഇരിക്കും, ഇത് ടീച്ചറുടെ പ്രശ്നമാണെന്ന് പറയും. അപ്പോൾ ഞാൻ വെച്ചാൽ ഓക്കെ ഞാനാണ് പ്രശ്നക്കാരി. അപ്പം സൈലൻ്റ് ആയിട്ടിരിക്കുക, പഠിപ്പിക്കുക. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിൽ ആ കുട്ടി ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്നപ്പോഴും പിള്ളേരെല്ലാം ഭയങ്കര സങ്കടമായിരുന്നു. വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോഴൊക്കെ ഞാൻ ഇത്രയും പ്രകടനത്തിൻ്റെ ആവശ്യമുണ്ടോ? പക്ഷെ അവർക്ക് പഠനത്തിൽ നിന്നും ഒരു ബ്രേക്ക് ആയിരുന്നു എൻ്റെ ഡാൻസ് ക്ലാസ്, എൻ്റെ ക്ലാസ്. ഞാൻ ഡാൻസ് മാത്രമായിരുന്നില്ല പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവർ ബാക്കി ടീച്ചേഴ്സ് ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ ആ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് അവിടെ പോയിരിക്കും. ഞാൻ അന്നേരം ഡാൻസ് എടുക്കില്ല. ഞാൻ ആ ടീച്ചറുടെ ബുക്സ് മേടിച്ചിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ കുറേ തമാശയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിനെ ഇങ്ങനെ ചുമ്മാ അവരുമായിട്ട് കുറേയും കൂടെ മിങ്കിളാവാനായിട്ട് ശ്രമിക്കും. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും നമ്മൾ വരില്ലേ ഭയങ്കര സീരിയസ് ആയിട്ട് പഠിപ്പിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നമ്മളെ പഠിപ്പിച്ച കുറേ സീരിയസ് ആയിട്ടുള്ള ടീച്ചർമാരില്ല, മറ്റേ കാറ്റ് പോലെ നമുക്ക് അവർ പഠിപ്പിക്കും. ഇത് കൂടെ ഇങ്ങ് പോകും, മറ്റേ ചുഴലിക്കാറ്റ് പോലെ തിരിച്ച് വരത്തുമില്ല, അന്ന് അങ്ങ് പോകും. അപ്പോൾ ചില ടീച്ചേഴ്സ് ഉണ്ട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവരൊന്ന് വന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ആ ടീച്ചർ ലീവാണോ എന്ന് നമുക്ക് തോന്നില്ലേ. അതെന്ന് വെച്ചാൽ അവർ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു മെത്തേഡ് വ്യത്യാസം കൊണ്ടാ. അപ്പം അങ്ങനത്തെ ഒരു ടീച്ചർ ആവാനായിരുന്നു എനിക്ക് ഇഷ്ടം. അങ്ങനെ ടീച്ചിങ്ങിൽ നിന്നാണ് ഞാൻ പഠിച്ചത് പല കാര്യങ്ങളും. എല്ലാവർക്കും അവരുമായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്, അത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയ ആളാണെങ്കിലും. ഈ എവരി വൺ പ്ലീസിങ് പരിപാടി ഉണ്ടായിരുന്നല്ലേ? അത് തുടക്കത്തിലേ ഉണ്ടായിരുന്നു, ഇപ്പം എനിക്കതില്ല.
തുടക്കത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇത് ഇന്നവർക്ക് വേണ്ടി ചെയ്യണം, ഇത് അമ്മയ്ക്ക് വേണ്ടി ചെയ്യണം, ഇത് അപ്പന് വേണ്ടി ചെയ്യണം, ഇത് ചേച്ചിക്ക് വേണ്ടി ചെയ്യണം. എനിക്ക് തോന്നുന്നു ഒരു 4-5 കൊല്ലം മുന്നേ നിർത്തി ആ പരിപാടി നിർത്തി. എല്ലാം എനിക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ കൂടെ ഈ വാഴ നനയുമ്പോൾ ചീര നനയണ പോലെ അവർക്കും അങ്ങോട്ട് കിട്ടുന്നുണ്ട്. സീരിയസ്ലി, വിച്ച് ഇസ് ഗുഡ്. നമ്മളെപ്പോഴും നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ വളരുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരും വളരും. എന്താ എപ്പോഴും മനസ്സിലാലോചിച്ച് റിപ്പീറ്റഡ്ലി ആലോചിക്കുന്നൊരു കൈൻഡ് ഓഫ് ഒരു കോട്ട് ഉണ്ടാവില്ല? ഇപ്പം ലീവ് ലെറ്റ് ലീവ് അങ്ങനെ ഉണ്ടോ? ഒരെണ്ണം ഉണ്ടോ? അങ്ങനെ ഒരു കോട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം മാത്രം അറിയാം. നമുക്ക് എത്ര പൈസ ഉണ്ടായാലും എത്ര വെൽത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമുക്ക് 2 കാര്യങ്ങൾ കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. വൺ ഈസ് ലവ് ആൻഡ് വൺ ഈസ് റെസ്പെക്റ്റ്. അത് നമ്മൾ ഏൺ ചെയ്തേ പറ്റുള്ളൂ. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഞാൻ എൻ്റെ ലൈഫിനെ കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ പെർസ്പെക്റ്റീവ് മാറാൻ തുടങ്ങിയത് ആ മൊമെന്റ് തൊട്ടാണ്. ഞാനൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ എന്നെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പെരുമാറാവുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കരുത്. അത് ഭയങ്കര തെറ്റാ. അത് നമ്മൾ ഏൺ ചെയ്തെടുക്കണം. അത് ഏൺ ചെയ്യണമെങ്കിൽ ഇറ്റ്സ് എ പ്രോസസ്സ്. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് കിട്ടുന്ന കാര്യമല്ല. പക്ഷെ അത് വൺസ് നമ്മൾ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പോവില്ല. അത് ലൈഫ് ടൈമാണ്. അതുപോലെ തന്നെയാണ് ലവും. ലവിന് പല ഡെഫിനിഷൻസ് ഉണ്ട് കേട്ടോ. അതിൽ ഏത് ലവ് ആണെങ്കിലും അതും നമ്മൾ ഏൺ ചെയ്തെടുക്കണ്ട. അത് നമുക്ക് പൈസ കൊടുത്താൽ കിട്ടുമോ? പൈസ കൊടുത്ത് കിട്ടുന്ന ലവ് ഉണ്ട്. അത് ആ പൈസ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അത് പോകില്ല. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളും അത് ഉണ്ടെങ്കിൽ തന്നെ പകുതി നമുക്ക് സമാധാനം കിട്ടും. അപ്പോഴും നമുക്ക് രാത്രി സമാധാനമായിട്ട് ഉറങ്ങാം. എല്ലാം കറങ്ങി തിരിച്ച് അവിടെ വരുന്നത്. വിഷ്ണുവിന് അങ്ങനെ ലൈഫിൽ എനിക്കൊരു കോട്ട് തരാണെങ്കിൽ എന്തായിരിക്കും? അങ്ങനത്തെ ഒരു കോട്ട് പറയുന്നത് കേട്ടിട്ട് അയ്യോ ഇതെന്താ ഇങ്ങനെ, ഇതൊരു കോട്ടാണോ, അല്ലെങ്കിൽ ഇത് എങ്ങനെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് തോന്നിയൊരു കോട്ട് എന്തെങ്കിലും ഉണ്ടോ? ആരും വിശ്വസിക്കരുത്. അത് ഭയങ്കര ഡീപ്പ് ഹേർട്ടിങ് ആണ്. ആരും വിശ്വസിക്കരുത്. അത് റിയലി ഡീപ്പ്. ആരും വിശ്വസിക്കരുത് ഈസ് വെരി 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 പ്രാക്ടിക്കൽ ഓൾസോ. ഭയങ്കര ഇത് ഇപ്പം ഭയങ്കര പേഴ്സണൽ സ്പേസിലാവാം, പ്രൊഫഷണൽ സ്പേസിലാവാം. പക്ഷെ ആ ഡിറ്റാച്ച്മെന്റ് വേണം. അത് നമ്മൾ വിചാരിക്കുന്നത് എന്ത് ബിസിനസ്സിലോ ആണെന്നൊക്കെ. പക്ഷെ അല്ല, ഒരാളെയും വിശ്വസിക്കുക. പക്ഷെ അതില്ലേ, എനിക്ക് ചോദിക്കാമെന്നറിയില്ല, ഞാൻ ജസ്റ്റ് ചോദിക്കും കേട്ടോ. അത് നമുക്ക് ചെറുപ്പത്തിലൊന്നും നമുക്ക് ഈ സാധനം നമ്മൾ ചെറുപ്പത്തിൽ ചില സാധനങ്ങൾ കേൾക്കുമ്പോൾ അല്ലേ, അങ്ങനെ വിഷ്ണു ഏത് പ്രായത്തിൽ എത്തിയിട്ട് ഒരു കാര്യമാണ് ചെറുപ്പത്തിലെ കേട്ടത് അയ്യോ ഇത് പറഞ്ഞത് കറക്റ്റ് ആണല്ലോ എന്ന് തോന്നിയത് ഒരു കാര്യം എന്താ? ഇൻഫാക്ച്വേഷൻ ആണത്. അതെങ്ങനെ? അതായത് ഇപ്പൊ നിന്റെ ഈ പ്രായത്തിൽ തോന്നുന്നത് അത് നിന്റെ ഇൻഫാക്ച്വേഷൻ മാത്രമാണെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെയല്ല. ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ലേ മറ്റേ 6 മണിക്ക് പോകേണ്ട ക്ലാസ്സിന് വേണ്ടിയിട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഇതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ സഹലമോൾ ബസ് പിടിക്കുന്നത്. ഇതിനു വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത്. മീൻസ് ഈ ഹോർമോണിൻ്റെ ചേഞ്ച് അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ ചേഞ്ച് ഇത് മാറും. ഈ ആളുകൾ പറയും ഇത് ഒരു ഇൻഫാക്ച്വേഷൻ മാത്രമാണ് മോനെ, കണ്ണകലുമ്പോൾ മനസ്സകലും എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് ഉള്ളിലേക്ക് എടുക്കില്ല. ഐ വാസ് എ സീരിയസ് ഫിലിം ഓഫ് ഗൗതം മേനോനായിരുന്നു നമ്മുടെ ഓൾ ടൈം ലവ് ഗുരു. അപ്പോൾ അത് ഉണ്ടാവൂല. അത് ഭയങ്കര കാര്യമായിരുന്നു. ഇൻഫാക്ച്വേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ലവ് ഉണ്ട്. അത് ഭയങ്കര സത്യമാണ്. അത് ശരിയാ. ഭയങ്കര വിഷ്ണുവിന് ഒരു ഇന്റർവ്യൂ എടുക്കാം. There is lot of things. ഉള്ളിൽ നിന്ന് അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട്, പഠിക്കാനും ഉണ്ട്. അതെ അതെ അതെ. അടിപൊളി. താങ്ക് യു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ടൈം. താങ്ക് യു സോ മച്ച് വിഷ്ണു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി ഒരുപാട് മുന്നോട്ട് പോകട്ടെ, പടങ്ങൾ വരട്ടെ. ആൻഡ് ഫിൽമോഗ്രഫിയുടെ അപ്പുറത്ത് അവാർഡ്സ് റെക്കഗ്നേഷൻ ആ ഒരു സെക്ഷൻ കൂടി വരണം. ആൻഡ് IMDbയിൽ ഓരോ ആർട്ടിസ്റ്റിനെ എടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ഇപ്പോൾ ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ്, അവിടെ പോയി IMDbയിൽ ക്ലിൻറ്റ് ഈസ്റ്റ്വുഡിന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അല്ലെങ്കിൽ മെറിൽ സ്ട്രീപ്പിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. ആ സമാധാന സ്പേസിലേക്ക് സമാധാനം എത്തട്ടെ ഗ്രേസ്. ആൻഡ് ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. വിഷ്ണുവിൻ്റെ ഗ്രോത്തും ഞാനും കാണുന്നുണ്ട്. സോ ഹാപ്പി ആൻഡ് സോ പ്രൗഡ് ഓഫ് യു. താങ്ക് യു. ഇനിയും വലിയ വലിയ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യാൻ വിഷ്ണുവിൻ്റെ ഇന്റർവ്യൂവിൽ ഇരിക്കാൻ അവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.